ഖുർആനിലുള്ളത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ. എല്ലാം അല്ലാഹുവിന്റെ ഖുർആനിലെ ഉള്ളടക്കമാണല്ലോ. എല്ലാം ഉൾക്കൊണ്ടതല്ലേ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഫോളോ ചെയ്യുക. ഖുർആനിൽ എന്താണോ പറയുന്നത് അതനുസരിക്കുക. നമസ്കാരത്തിലും അങ്ങനെ തന്നെ, എല്ലാ ഇബാദത്തിലും അങ്ങനെ തന്നെ. അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴല്ലേ, ഒരു യാത്ര കഴിഞ്ഞ നിബിതങ്ങളോടൊപ്പം വരുമ്പോഴല്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ വരുന്ന സമയത്താണ് കുറച്ചുപേരെ നമസ്കാരത്തിന് സമയമാകുമ്പോ വഴിയിൽ കുറച്ച് വെള്ളം കിട്ടി. അതിൽ ഒരു സഹാബി ഓടിച്ചെന്ന് ഒളുവെടുക്കുകയാണ്. കിട്ടിയ വെള്ളം കൊണ്ട് പെട്ടെന്ന് ഒളുവെടുത്തിട്ട് നിസ്കാരത്തിലേക്ക് വ്യാപൃതനാകാൻ ശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വഴിയിൽ വെച്ചിട്ട് പറയുകയാണ്, പോയി ഒളുവെടുക്കുക. യാ റസൂലല്ലാഹ്, ഞാൻ ഒളുവെടുത്തു നബിയേ. ഇല്ല, നീ ഒളുവെടുത്തില്ല, പോയി ഒളുവെടുത്തിട്ട് വരിക. ആ സഹാബിയെ മടക്കി വിട്ടു. അദ്ദേഹം ഒളുവെടുത്തിട്ട് വീണ്ടും വന്നു. നബി തങ്ങൾ പറഞ്ഞു, ഒളുവെടുത്തില്ല, പോയി ഒളുവ് ചെയ്യുക. അങ്ങനെ 3 വട്ടം. എന്തേ റസൂല് മടക്കി വിട്ടത്? ഞാൻ ഒളുവെടുത്തതല്ലേ. എവിടെയോ ഏതോ ശരീരഭാഗം നനയാതിരുന്നിട്ടുണ്ട്. സഹാബി ചിന്തിച്ചു. ആ സഹാബി നോക്കുമ്പോ കാലിന്റെ മടമ്പിൽ കുറച്ചു വെള്ളം ഒലിച്ചിട്ടില്ല. കാലിന്റെ മടമ്പങ്കാലില്, ആ കാലിന്റെ മടമ്പങ്കാലില് ഞെരിയാണിയുടെ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അത് കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കുണ്ട്, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ. മടമ്പങ്കാലുള്ളവർ കാണും നരകമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ കാലിന് മടമ്പങ്കാല് എന്ന് പറയുന്ന ആ ഞെരിയാണിയുടെ ഭാഗമുള്ളവരൊക്കെ നരകത്തിലാണെന്നല്ല. പിന്നെയോ അത് വേണ്ട വിധത്തിൽ കഴുകാത്തവര്, അവിടെ ചുക്കിച്ചുളുങ്ങിയ അവയവങ്ങളാണല്ലോ, തൊലിയാണല്ലോ. ആ ഭാഗം നന്നായിട്ട് തേച്ച് കഴുകാതെ വെള്ളമെത്താതെ ഒളുവെടുത്ത് നിസ്കരിക്കുന്നവന് നാശമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെങ്കില് സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും നിസ്കരിക്കലല്ല, എങ്ങനെയെങ്കിലും ഒളുവെടുക്കലല്ല. ഒളുവെടുക്കുമ്പോ അഹ്സനായ രീതിയിൽ ഒളുവെടുക്കലാണ്. ഇനി നമസ്കാരമായാലും അങ്ങനെ തന്നെ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ വേഗത്തിൽ നിസ്കരിക്കുന്നത് കണ്ടു. ആ നിസ്കരിച്ച ആളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹുദൈഫ തങ്ങൾ ചോദിക്കുകയാണ്, എത്ര നാൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നു? അയാൾ പറഞ്ഞു, മുൻദു 40 ആമാ, 40 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. പള്ളിയിൽ നിസ്കാരത്തിന് വന്ന ഏതോ ഒരു സഹോദരന്റെ നിസ്കാരത്തിന്റെ പ്രവർത്തനം പിടിക്കാതെ വന്നപ്പോ, അതിന് നബി തങ്ങൾ പഠിപ്പിച്ചതിനോളം ആകാതെ വന്നപ്പോ പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനാണോ നിസ്കരിക്കുന്നത്? അപ്പോഴുള്ള മറുപടിയാണ്, ഞാൻ 40 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെ നിസ്കരിക്കുന്നത്. പോ മുസ്ലിയാരെ, 40 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിസ്കരിക്കുന്നത്. ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലൈത മുൻദു 40 സന, 40 കൊല്ലം നിങ്ങൾക്ക് നിസ്കാരമില്ല, 40 കൊല്ലം നിങ്ങൾക്ക് നിസ്കാരമില്ല. ഇതുപോലെ നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ അള്ളാന്റെ ഹബീബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് നിങ്ങൾ മരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി വേണോ? ഈ നിസ്കാരം പറ്റൂല. കോഴി കൊത്തും പോലെ അടക്കം വേണ്ടേ, അനക്കം വേണ്ടേ? അങ്ങനെ നിസ്കാരമില്ലാതെ നിസ്കരിച്ചോ? നിസ്കരിച്ചു. പക്ഷെ ആ നിസ്കാരം അഹ്സനായില്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട. മൊണ്ടി പെണ്ണിനെ കൈയും കാലും ഒടിഞ്ഞ വിരൂപിയായ ഒരു പെണ്ണിനെ രാജാവിന് കാഴ്ച വെച്ചാൽ ഈ കൊണ്ടുപോകുന്നവനെ പിടിച്ച് ജയിലിലടയ്ക്കും, അല്ലേ? അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കുന്നത് മൊണ്ടി നിസ്കാരമാണ്. ഒരുമാതിരി വൈകല്യമുള്ള നിസ്കാരം പൂർത്തിയാക്കാതെ. അതുകൊണ്ട് ഒരുപാട് നിസ്കരിച്ചു, എന്നും നിസ്കരിക്കാൻ. ഒളു വരുന്ന വഴിയിൽ ഒളുവൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് നിസ്കാരം. പെട്ടെന്ന് എനിക്ക് 10 റക്അത്ത് നിസ്കരിക്കണം, പെട്ടെന്ന് നിസ്കരിച്ചു. വേണ്ട, നീ മര്യാദയ്ക്ക് നന്നായിട്ട് ഒളുവെടുത്തിട്ട് ആകെ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നതെല്ലാം അള്ളാഹു അഹ്സനാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നതും അഹ്സനാകണം, അങ്ങോട്ട് കൊടുക്കുന്നതും അഹ്സനാകണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ന്യൂനത വരരുത്, ഒളുവിന്റെ വിഷയത്തിൽ ന്യൂനത വരരുത്. ആ രീതിയിലാകണം നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടത്. അവിടെ നിൽക്കട്ടെ. ഖാറൂന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സഹോദരങ്ങളോട്, വേണ്ടപ്പെട്ടവരോട് ഇടപെടേണ്ടത് എങ്ങനെയാണ്,
ആ ഒരു ഇടപെടൽ എങ്ങനെയാകണമെന്നാണ് സഹോദരങ്ങളെ ഖാറൂന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. ഖാറൂൻ എന്ന സമ്പന്നനായ മുതലാളിയുടെ ആ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു സമ്പത്ത് കൊടുത്തങ്ങ് അനുഗ്രഹിച്ചപ്പോൾ ആ സമ്പത്ത് കൊണ്ട് വലിയ അഹങ്കാരിയായി ഇന്ന് ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഖാറൂന്റെ പൊന്നും ഖാറൂന്റെ സ്വത്തും ഖാറൂന്റെ ജീവിതവുമായിട്ട് ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോവുകയാ. ആ ഖാറൂനെ പറ്റി അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? വഹ്സിന കമാ അഹ്സനല്ലാഹു ഇലൈഹി, അല്ല നിങ്ങൾക്ക് തന്നതുപോലെ, അല്ലാഹു നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളും പടച്ചവന് വേണ്ടി അഹ്സനാകണം ചെയ്യേണ്ടത്, ആളുകൾക്ക് അഹ്സനാകണം ചെയ്യേണ്ടത്, ജനങ്ങളോട് അഹ്സനായ പ്രവർത്തനം നടത്തണം, ജനങ്ങൾക്ക് കൊടുക്കുന്നത് അഹ്സനാകണം, അല്ലാഹു കൊടുക്കുന്നത് അഹ്സനാകണം. അല്ലാഹു ധാരാളം നിഅമത്തുകൾ ഖാറൂന് കൊടുത്തല്ലോ. ആ ഖാറൂന് കൊടുത്തിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, വഹ്സിന്, നിങ്ങൾ നല്ല നിലയിൽ ഏറ്റവും മെച്ചമായ നിലയിലാ നിങ്ങൾ ജനങ്ങളോട് കാണേണ്ടത്. ഈ നാട്ടിൽ സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നിങ്ങൾക്ക് പടച്ചോൻ തന്നത് അഹ്സനാണ്. ദാരിദ്ര്യത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയാണല്ലോ അഹ്സനാക്കി നിങ്ങൾക്ക് പണം തന്നത്. അതുകൊണ്ട് അഹ്സിന കമാ അഹ്സനല്ലാഹു ഇലൈഹി, അല്ല നിങ്ങൾക്ക് അഹ്സനായത് തന്നതുപോലെ നിങ്ങളും അഹ്സനായിട്ട് വേണം അല്ലാഹുക്കും ജനങ്ങൾക്കും കൊടുക്കാൻ. അതിൽ ഒന്നാമതായിട്ട് അല്ല പറഞ്ഞത് എന്തെന്നറിയോ സഹോദരങ്ങളെ? ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമാ, നമ്മൾ പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അനാഥ മക്കൾ. ആ അനാഥ മക്കൾ ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിൽ ഞാനും മുസബ്ബിഹ വിരളും മധ്യ വിരളും കൂടി ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഞാനും അനാഥനെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഇതുപോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാനും അനാഥനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് സ്വർഗത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചേർന്നിരിക്കും അല്ലെ? ഖിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, ഇബ്ഹാം, ഇതാണ് വിരലുകളുടെ പേര്. ഖിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, ഇബ്ഹാം. ഇതില് മുസബ്ബിഹ എന്ന് തസ്ബീഹിൽ നിന്ന് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? തസ്ബീഹിൽ നിന്ന് വിരല്. സബ്ബാബ എന്നുണ്ട്, അതിന്റെ അർത്ഥം ചീത്ത വിളിക്കുന്നത് എന്നാണ്. ഒരുത്തന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്നത് ഇങ്ങനല്ലേ? അതിനാണ് ആ വിരലിന് ആ പേര് വന്നത്. ഈ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? ഇനി എത്ര ക്ഷമിച്ചാലും ഈ വുസ്തയുടെയും മുസബ്ബിഹയുടെയും ഇടയിൽ ഇബ്ഹാം വിരൽ വരില്ല, ബിൻസർ എന്ന ഈ വിരൽ വരില്ല, ഖിൻസർ എന്ന ഈ വിരലും വരില്ല. ഇത് രണ്ടും ചേർന്നിരിക്കും എന്നതുപോലെ എന്റെയും അനാഥനെ സംരക്ഷിക്കുന്നവന്റെയും ഇടയിൽ വേറെ ഒരാളും തുരങ്കം വയ്ക്കാനുമില്ല, ഇടയിൽ ആർക്കും കയറി കടക്കാനും പറ്റില്ല, ഒരാൾക്കും അതിനിടയിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയും അടുപ്പമാണ് ഞാനും അനാഥനെ സംരക്ഷിക്കുന്നവരും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യത്തീംഖാനകളൊക്കെ പ്രശ്നമാവുമല്ലോ. ശരിയാണ്, യത്തീംഖാനകളിൽ യത്തീം മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസയിൽ നിന്ന് 60 രൂപ യത്തീംഖാനയ്ക്ക് 40 രൂപ പിരിവുകാരന്റെ പോക്കറ്റിൽ എന്നുള്ള സംവിധാനം മാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ പൊളിച്ച് മാറ്റിയിട്ട് വേറെ കോഴി ഫാമോ അല്ല തുടങ്ങണം യത്തീംഖാനകൾ. ഓരോ വീട്ടിൽ ചെന്നിട്ട് യത്തീം മക്കൾക്കെന്നും പറഞ്ഞിട്ട് ഞാൻ യത്തീം മക്കൾക്ക് വേണ്ടി 1000 രൂപ കൊടുക്കാം, 400 രൂപ പിരിവുകാരന്, 600 രൂപ യത്തീം മക്കൾക്ക്. ഇനി ആ യത്തീംഖാനയിൽ നടക്കുന്നതോ? എത്ര യത്തീം കുട്ടികളുണ്ട്? യത്തീംഖാന കയറി ചോദിക്കണം. ഇനിയിപ്പോ മൊത്തത്തിൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം, എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? യത്തീംഖാന കയറി ചോദിക്കണം, വാപ്പ എന്ത് ചെയ്യുന്നു? വാപ്പ ഗൾഫില, പിന്നെ അങ്ങനെ യത്തീമാവും? എത്ര യത്തീം മക്കളുണ്ട്? വളരെ ഗൗരവമാണ്. യത്തീമിന്റെ ധനം തിന്നുന്നവൻ അവന്റെ പള്ളയിൽ തീയാണ് നിറയ്ക്കുന്നത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ യത്തീംഖാന നടത്തുന്നവർക്ക് മാത്രം പ്രശ്നമല്ല, പിന്നെയോ അനുജൻ മരിച്ചുപോയി, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ മരിച്ചുപോയി,
ആ ജ്യേഷ്ഠന് മരണപ്പെട്ടപ്പോൾ അനിയന് പറയുകയാണ്, ഇനി എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ എന്റെ കയ്യിൽ തന്നെ, അവരെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് സംരക്ഷിക്കേണ്ടത്. ഗൗരവത്തോടെ കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി. അനുജൻ പറയുന്നു, ഇനി ആ ജ്യേഷ്ഠത്തി വേറെ വിവാഹിതയായി പോകും, മക്കൾ എന്റെ കയ്യിലാണ്, ആ മക്കളെ എനിക്ക് നോക്കിയല്ലേ കഴിയൂ, അവൾക്ക് വേറെ ഭർത്താവായി അവരുടെ ജീവിതം അങ്ങ് തുടരും. പക്ഷേ എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ എന്റെ കൂടെയാണ്. അതുകൊണ്ട് ജ്യേഷ്ഠന് നല്ല സമ്പാദ്യമുണ്ട്. അതുകൊണ്ട് ഒരേക്കർ റബ്ബർ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെതാണ്. അത് മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ട് ആ ഭാര്യ വേറെ വിവാഹം കഴിച്ചു പോയി. ഒരേക്കർ റബ്ബർ യതീമിന്റെ മുതലാണ്. ആ ഒരേക്കർ റബ്ബറിൽ നിന്ന് വെട്ടിയെടുക്കുന്ന റബ്ബർ ഷീറ്റിൽ നിന്ന് യതീമിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് നിന്റെ മകന് കൂടി കൊടുത്താൽ അത് യതീമിനെ വഞ്ചിക്കുന്നത് തന്നെയാണ്. യതീംഖാന നടത്തണമെന്ന് മാത്രമല്ല, യതീംഖാന നടത്തിയാൽ മാത്രമല്ല കുറ്റമുള്ളത്, ഇങ്ങനെ അനാഥന്റെ സ്വപ്പ് തിന്നുന്നവരെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അനാഥന്റെ സ്വത്ത് തിന്നുന്നവന് നാളെ ആഖിറത്തിൽ അല്ലാഹ് കൊടുക്കുന്ന ശിക്ഷ അവന്റെ പള്ള നിറച്ച് തീയാണ്. അനാഥനായ പൊന്നുമോന്, വാപ്പയില്ലാത്ത പൊന്നുമോന്റെ സങ്കടം മാറ്റിക്കൊടുത്തിട്ട്, മോനെ നിന്റെ വാപ്പ ഇല്ലെങ്കിൽ എന്താ, നിനക്ക് താങ്ങായി തണലായി ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനാഥന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്താൽ അള്ളാന്റെ മുത്തു പറയുകയാ, അനവകാഫിലുൽ യതീമി ഹാകദാ. ലോകത്തുള്ള അനാഥ മക്കൾ ചിന്തിച്ചു പോകും, എന്റെ വാപ്പയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സൗഭാഗ്യം എനിക്കില്ല. വാപ്പയുള്ള മക്കൾ ചിന്തിക്കും, എന്റെ വാപ്പ ഇല്ലാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നെന്ന് ചിന്തിക്കും. ആ നിലയിൽ നീ അനാഥ മക്കളെ സംരക്ഷിക്കണം. സ്വന്തം മകനെ വാപ്പയില്ലാത്ത മകന്റെ മുമ്പിൽ വെച്ച് നീ നിന്റെ മകനെ ലാളിക്കല്ലേ, സ്നേഹിക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ അനാഥ മകന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒരുപാട് സങ്കടങ്ങളാകും, വിഷമങ്ങളാകും. അതുകൊണ്ട് ഒരിക്കലും നീ നിന്റെ പ്രിയപ്പെട്ട മകനെ അനാഥ മകന്റെ യതീമിന്റെ മുമ്പിൽ വെച്ച് ചുംബിക്കരുതെന്ന് പഠിപ്പിച്ചു. ഏത് പ്രവാചകൻ? ഹസൻ ഹുസൈൻ തങ്ങളെ തോളത്ത് കയറി സുജൂദിൽ കിടക്കുന്ന നബി തങ്ങളെ തോളത്ത് കയറി കളിച്ചിരുന്നപ്പോ ആ മക്കളിറങ്ങുന്നത് വരെ നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സുജൂദിൽ കിടന്ന പ്രവാചകൻ ആ നിലയിൽ തന്റെ പ്രിയപ്പെട്ട മക്കളോട് കരുണ കാണിച്ച അയറാബി വന്നിട്ട് നബി തങ്ങളെ പേരക്കുട്ടികളെ മുത്തുന്നത് കണ്ടപ്പോ ചോദിച്ചു, നബിയെ എനിക്ക് 10 പേരമക്കളുണ്ട്, ഞാൻ ഇന്നുവരെ ഒന്നിനെയും മുത്തിയിട്ടില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരുണയുള്ളവർക്ക് അല്ലാഹ് കരുണ കൊടുക്കൂ. കാരുണ്യത്തിന്റെ ലക്ഷണമാണ് കുഞ്ഞുങ്ങളെ മുത്തുക എന്നുള്ളത്. മദീനയുടെ ഭരണാധികാരി, പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു, വേറെ ഏറെ സഹാബിയുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, ഉമർ തങ്ങളുടെ പേരിൽ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ അത് പ്രശ്നമാവും. കാരണം ഉമർ തങ്ങൾ ചില്ലറക്കാരനല്ല, ഇതങ്ങ് സഹിക്കുന്ന ആളല്ല. അദ്ദേഹം ഇത് ചോദിച്ചു വാങ്ങുന്നു എന്നല്ല, ഉമർ തങ്ങൾ വേറൊരു സ്റ്റൈലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ മാറ്റി. നിങ്ങൾ കേൾക്കണേ, ഗവർണറെ മാറ്റി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്റ്റേറ്റിന്റെ ഗവർണറെ മാറ്റി ആ സ്ഥാനത്ത് നിന്ന്. എന്താ കാരണമെന്ന് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നീ നിന്റെ മക്കൾക്ക് മുത്തം കൊടുക്കുന്നില്ല, അതാണ് നിന്റെ പരാതി, നിന്റെ പ്രശ്നം അതാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഗവർണർമാരെ മാറ്റാൻ എത്ര സമയം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ഗവർണർ ചോദിച്ചു, അല്ല എന്റെ മക്കളെ മുത്തുന്നതും ഞാൻ ഈ സ്റ്റേറ്റ് ഭരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഇത് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞെന്താണെന്നറിയോ? സ്വന്തം മകനെ മുത്താത്ത ഒരുത്തൻ ആരാന്റെ മക്കളോട് എങ്ങനെയാണ് കരുണ കാണിക്കുക? ആരാന്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നിന്നെ ഞാൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റി അദ്ദേഹത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ട ആളാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ദീൻ കുഞ്ഞുങ്ങളോട് ഏറ്റവും വലിയ കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം പറയുകയാണ്, അനാഥന്റെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നീ നിന്റെ മക്കളെ പോലും നീ എടുത്ത് ലാളിക്കരുത്, അത് അവന് സഹിക്കില്ല. ആ നിലയിൽ അനാഥന്റെ സംരക്ഷണം അല്ലാഹു തആല പറയുമ്പോ എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? വലാ തഖറബൂ മാലൽ യതീം
അനാഥന്റെ മുതലിനെ നീ സമീപിക്കരുത്. ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദ. പ്രായപൂർത്തിയെത്തുന്നത് വരെ അവന്റെ സ്വത്തിനെ നീ സമീപിക്കുമ്പോൾ എങ്ങനെയാ സമീപിക്കേണ്ടതെന്നറിയോ? ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലയിലാണ് നീ സമീപിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളോട് ഇടപെടുന്നതിൽ ഏറ്റവും ഗൗരവമായ ഇടപെടൽ അനാഥ മക്കളുടെ സംരക്ഷണത്തിന്റെ വിഷയത്തിലാ. അവരുടെ സ്വത്തിനെ സമീപിക്കുന്ന രഹസ്യനായ നിലയിൽ വേണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുമ്പോ ഈ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, കൊട്ടുകാട്ടിലെയും അതുപോലെ മേനമ്പള്ളിയിലെയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങളിലെ കച്ചവടക്കാരുണ്ടാകുമല്ലോ. കച്ചവടക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പാടുപെട്ട് പ്രയാസപ്പെട്ട് കച്ചവടം ചെയ്യുമ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്താൻ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു പറഞ്ഞ വാക്കും അത് തന്നെയാണ്. വൗഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീലാ. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്താൻ പാടില്ല. ഏറ്റവും നല്ല നിലയിലാണ് നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. കാരണം പര്യവസാനം അഹ്സനാകേണ്ടതുണ്ടല്ലോ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുടെ പര്യവസാനം മോശമാ. അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിലാ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കളന്നു കൊടുക്കേണ്ടത്. കച്ചവടം നടത്തുമ്പോൾ, ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ സാധനത്തിന്റെ ചരക്കിന്റെ കുറവുകളെല്ലാം വിവരിച്ചു കൊടുത്തിട്ട് വേണം നിങ്ങളുടെ കച്ചവടം നടത്താനെന്ന് പഠിപ്പിക്കുന്ന അള്ളാന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ. ജനങ്ങളോട് കാണിക്കേണ്ട അഹ്സനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാ തീരുന്നില്ല. തർക്കത്തിന്റെ കാലമാണല്ലോ, തർക്കത്തിന്റെ ലോകമാണല്ലോ. മൈക്ക് വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടക്കുന്ന കാലമാണല്ലോ. പ്രതിപക്ഷ മര്യാദ നഷ്ടപ്പെടുന്ന കാലമാണല്ലോ. ജയിക്കാൻ വേണ്ടിയിട്ട് താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്തിട്ട് ക്ലിപ്പുകൾ വിട്ട് വൈറലാക്കുന്ന ഈ ദുഷിച്ച കാലഘട്ടത്തിൽ അള്ളാന്റെ ഖുർആൻ പറയുകയാണ് സൂറത്തുൻ നഹ്ലിലൂടെ. അല്ലാഹ് പറയുന്നു, വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. നിങ്ങൾ ഏറ്റവും ചൊവ്വായ നിലയിലാ തർക്കിക്കേണ്ടത്. തർക്കം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആ തർക്കം വേണ്ടെന്നല്ല, പ്രതിപക്ഷ മര്യാദയോട് നിങ്ങൾ ഏറ്റവും നല്ല മെച്ചമായ രീതിയിലാ തർക്കം നടത്തേണ്ടത്. ആ തർക്കമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തർക്കം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിതാവിനെ വിളിച്ച് അതുപോലെ തന്നെ മോശമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി അകൽച്ച വരുന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തർക്കം ഇസ്ലാം അനുവദിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, തീരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു തിന്മ ഒരാൾ ചെയ്താൽ ആ തിന്മയെ നമ്മൾ എങ്ങനെയാണ് എതിരിടേണ്ടത്? തിന്മ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? തിന്മ കൊണ്ടല്ല. ഒരാൾ ചീത്ത പറഞ്ഞാൽ ചീത്ത പറഞ്ഞുകൊണ്ടല്ല നമ്മൾ അയാളോട് പോരടിക്കേണ്ടത്. ഒരാൾ അടിച്ചാൽ തിരിച്ചടിച്ചുകൊണ്ടല്ല പ്രതികരിക്കേണ്ടത്. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു. ഏറ്റവും മെച്ചമായ നിലയിൽ നിങ്ങൾ പ്രതികരിക്കണമെന്നാ. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എന്നാ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രമായി മാറുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. എത്ര സംഭവങ്ങളാണ് അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ മറ്റൊരാളോടുള്ള തർക്കത്തിന്റെ വിഷയത്തിൽ. ഇതിലൊക്കെ നമ്മൾ അഹ്സനാകണം ജനങ്ങളോട് കാണിക്കേണ്ടത്. ഏറ്റവും മെച്ചമായത്, ഏറ്റവും നന്മയായത്, ഏറ്റവും നല്ലതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ പറഞ്ഞത് എന്താണ്? അള്ളാന്റെ ഖുർആൻ പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. കല്യാണത്തിന് അവള് വിളിച്ചില്ല, അതുകൊണ്ട് ഞാനും വിളിക്കുന്നില്ല. പിണക്കം കൂടുവോ കുറയോ? എന്തോ ഒരു അതിര് തർക്കത്തിന്റെ വഴിത്തർക്കത്തിന്റെ പേരിൽ അപ്പുറത്തെ അയൽവാസി നമ്മളോട് പിണങ്ങി. അപ്പോഴാണ് അവളുടെ മകളുടെ കല്യാണം വന്നു. ആ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ല. 2 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ കല്യാണം വന്നു, വീട്ടില് മോളുടെ കല്യാണം.
നമ്മൾ അവളെയും വിളിക്കില്ല. എന്നിട്ട് പറയുന്നത് എന്താ? എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാനും വിളിക്കുന്നില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. ഈ പണി ശരിയല്ല. നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ. നിന്നെ വിളിച്ചില്ലെങ്കിൽ എന്താ? നീ ചെന്നിട്ട് അവളെ വിളിക്കണം. അപ്പോഴോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അതുവരെ ഉണ്ടായിരുന്ന നിന്റെ ശത്രുത, പരസ്പരമുള്ള ശത്രുത മാറി ഇണക്കം ഉണ്ടാകും. നമ്മൾ എന്തിനാ മറ്റുള്ളവരോട് പിണങ്ങുന്നത്? നമ്മളോട് കാണിക്കുന്ന എന്തോ ആരോ കാണിച്ചോട്ടെ, അതിൽ നമുക്കൊരു തർക്കവും വേണ്ട. നമ്മൾ കാണിക്കുന്ന മാന്യതയുള്ള, സഭ്യതയുള്ള കാര്യമായിരിക്കണം. ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഈ നബി തങ്ങളെ പറ്റി മോശം പറയുന്ന ആളുകൾക്കൊന്നും പഠിക്കാൻ അവർ മനസ്സ് കാണിക്കുന്നില്ല. ഒന്നുകിൽ അല്ലെങ്കിൽ അവർക്കറിയാം, പക്ഷെ അവരുടെ അസൂയ. ഇപ്പൊ ലോകം മൊത്തം അതാണ്. ഇസ്ലാമോഫോബിയ വളരാനുള്ള കാരണം എന്താ? അസൂയ. ചെറിയ ചെറിയ ആളുകളല്ലല്ലോ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഓരോന്ന് ചാടി പോകുന്നുണ്ട്, ഇസ്ലാമിനെ തള്ളി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ഒരു വഴിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ എടുക്കാനാണ് നെത്തോലി വരുന്നത്. വമ്പ സ്രാവുകളാ ഇസ്ലാമിലേക്ക് വരുന്നത്. വമ്പ സ്രാവുകളാണ്. ചെറിയ ആളുകളാണോ? ലക്ഷക്കണക്കിന് ഡോളർ മാസം ശമ്പളം വാങ്ങിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി, യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതി, അയാളുടെ സംഗീതം ആലപിച്ചാൽ ഒരു മാസ്മരിക ലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകി ആ നിലയിലേക്ക് ലയിച്ചു ചേരുന്ന നിലയിൽ മാസം ശമ്പളം ലക്ഷക്കണക്കിന് ഡോളറാണ്. അദ്ദേഹത്തിന്റെ പേര് ക്യാറ്റ്സീവൻ എന്നാണ്. അദ്ദേഹം മൊറോക്കയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടു. ഇയാൾ ഇങ്ങനെ നിൽക്കാൻ, എന്തോരു സംഗീതമാണിത്. എന്റെ സംഗീതം ഒന്നുമല്ല. എത്ര മനോഹരമാണ് ആ സംഗീതം. ചിന്തിച്ചു നോക്കിയേ. നല്ല മുഅദ്ദിന്മാരെ വെച്ച് ബാങ്ക് വിളിപ്പിക്കണം. കമ്മിറ്റിക്കാർ നല്ല ശമ്പളം കൊടുക്കണം. എന്തിനാ ഈ അള്ളാന്റെ പള്ളിക്ക് പൈസ ബാലൻസ് ഇടുന്നത്? എന്തിനാ? അള്ളാഹ്ക്ക് പൈസ അല്ല വേണോ? പള്ളിയിലെ ഇമാമിന്റെ ശബ്ദത്തിൽ കുറഞ്ഞിരുന്നോട്ടെ, 4 മതിൽക്കെട്ടിനകത്തേ കേൾക്കുള്ളൂ. കമ്മിറ്റിക്കാരും പള്ളിയിൽ വരുന്നവരും ആകെ 2 പേരെ പള്ളി വരുള്ളൂ, അവരെ കേൾക്കുള്ളൂ. ബാങ്ക് അങ്ങനെയല്ല. നാട്ടിലുള്ള എല്ലാ ആളുകളും കേൾക്കും. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ, നല്ല മുഅദ്ദിന്മാരെ, ചില സ്ഥലത്ത് ബാങ്ക് വിളിച്ചാൽ പടച്ചോനെ എന്തായി വിളിക്കുന്നത്, നാണക്കേട് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവരെ ഇമാമാക്കണം, പള്ളിക്കകത്ത് കയറ്റി ഇമാമാക്കണം. ബാങ്ക് വിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്ത് എന്തിന്റെ പേരിലാണ്? നല്ല ശബ്ദമാണ്. ബിലാൽ തങ്ങളുടെ നല്ല ശബ്ദമാണ്. മനോഹരമായ ശബ്ദമായിരുന്നു ബിലാൽ തങ്ങളുടേത്. നല്ല മുഅദ്ദിന്മാരെ വെക്കണം, നല്ല ബാങ്ക്. അത് കേട്ടാൽ റോട്ടിലൂടെ പോകുന്ന ആളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണം. എത്ര മനോഹരമാണ്. അങ്ങനെയൊക്കെ ബാങ്ക് വെച്ചു കൊടുത്താൽ ആരും പറയില്ല മൈക്കൊക്കെ ഓഫാക്കണം, ബാങ്കൊന്നും വേണ്ടെന്ന് ആരും പറയില്ല. ഇത് ഇവിടെ ബാങ്ക് വിളിച്ച് മേനമ്പള്ളിയിൽ ബാങ്ക് വിളിച്ചങ്ങോട്ട് തീരുമ്പം അപ്പുറത്തെ പള്ളിയിൽ അല്ലാഹു അക്ബർ ബാങ്ക് തുടങ്ങാൻ. അതങ്ങോട്ട് തീരുമ്പോ അടുത്ത പള്ളിയിൽ ബാങ്ക്. രാഷ്ട്രീയക്കാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്കല്ലേ, മര്യാദ ഓടിപ്പോയങ്ങിരിക്കും. ബാങ്ക് വിളി തീർന്ന് പതുക്കെ എഴുന്നേറ്റ് വരുമ്പോ അടുത്ത പള്ളിയിലെ ബാങ്ക്. എന്തിനാ പടച്ചോനെ പറയിപ്പിക്കുന്നത്? ഈ കമ്മിറ്റിക്കാർക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഈ 5-6 പള്ളിയുടെ ഈ ക്ലോക്കിന്റെ ടൈം ഒന്നാക്കിക്കൂടെ? എല്ലാ പള്ളികളിലും കയറിയിട്ട് ഈ പള്ളിയുടെ ക്ലോക്കിന്റെ, എല്ലാ പള്ളിയുടെ സമയം ഒന്ന് ഫോൺ ചെയ്ത് കോൺഫറൻസ് കാലിട്ടിട്ട് ഇത്ര സമയമായി കറക്റ്റ് എല്ലാ പള്ളിയിലും ഒന്ന് നേരെ കറക്റ്റ് വെച്ച് വിഷയം തീർന്ന്. എന്നിട്ട് മുഅദ്ദിന്മാരുടെ വേണം സമയത്ത് വാങ്ങി കൊടുക്കണമെന്ന്. അപ്പൊ ഈ ആളുകളെ കുറ്റം പറയില്ല. ഒരു കവലയിൽ 4 പള്ളിയിൽ നിന്ന് 4 സമയം ബാങ്ക് കേട്ടാൽ നമുക്ക് തന്നെ ദേഷ്യം വരൂലേ? ഇത് ക്ലിപ്പായി എനിക്കെതിരെ നല്ല പൊങ്കാല വരുമെന്ന് നല്ല ഉറപ്പുള്ളവർ തന്നെ ഞാൻ പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്കിന്റെ ടൈമൊക്കെ ഏകീകരിക്കണം, പള്ളികളുടെ ടൈമൊക്കെ ഏകീകരിക്കണം. ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. പണ്ടത്തെ കാലമൊന്നുമല്ല, പണ്ടത്തെ ലോകമൊന്നുമല്ല. നോക്കി നടക്കാൻ എന്താ കുറവെന്ന്, നോക്കി നടക്കാൻ ഇങ്ങനെ എന്താ കുറവുള്ളതെന്ന് നിങ്ങൾ എത്ര നോക്കിയാലും, എന്തെല്ലാം സംവിധാനങ്ങൾ വെച്ച് നോക്കിയാലും അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു നിലയിലുള്ള കുറവും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇത് പടച്ചോന്റെ ദീനാണ്. ഇത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നുണ്ടാക്കിയെടുത്തതല്ല ഈ പരിശുദ്ധമായ ദീന്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത്. പടച്ചവൻ അള്ളാഹു തആല ആദം നബിക്കും ഹവ്വാ ബീവി എന്ന ആദ്യത്തെ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ
കിടക്കണം എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ രൂപരേഖയാണ്, കാറ്റലോഗാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന്. അത് നിങ്ങൾ ഇനി എങ്ങനെ തലകുത്തി നിന്ന് നോക്കിയാലും ഇതിൽ കുറവുകളൊന്നും നോക്കാൻ കിട്ടൂല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ നോക്കുന്ന പള്ളിയിലെ മൊയ്ലിയാരെയും അതുപോലെ തന്നെ കമ്മിറ്റി പ്രസിഡന്റിന്റെ ഒക്കെ കുറവുകളൊക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഏതോ ഒരു പള്ളിയിൽ ഉറൂസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാം, അവിടെ ഇമാം എന്ന് പറയണോ സാമാനം ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നോക്ക്, മേനമ്പള്ളി റിഫായി ആണ്ട് നേർച്ചയാണ്. എന്താ ഉള്ളത്? ഞാൻ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോ 10 ചാക്ക് അരി കിടക്കുന്നു. എന്നോട് പറഞ്ഞു നാളെ മട്ടനാണ്, മറ്റന്നാള് ബീഫാണ്. മനോഹരമായി എല്ലാവർക്കും ഭക്ഷണം. ഏറ്റവും കൂടുതൽ ആഹാരം വാങ്ങാൻ വരുന്ന നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലേ? എത്ര മനോഹരമായിട്ടാ ഇതിന്റെ കമ്മിറ്റി അവർക്ക് ആഹാരം കൊടുക്കുന്നത്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞാൻ നിനക്ക് ചോറ് തരാം എന്നല്ല ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയുന്നവനെ പെട്ടെന്ന് ഉളമ്പറ കൊണ്ടുപോണ്ടേ? എത്ര മനോഹരമാണ് നമ്മുടെ നാടിന്റെ ഐക്യം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതോ ഒരു മഹാന്റെ ഖബറുമായി ബന്ധപ്പെട്ട ഒരു ഉറൂസിന് കേരളത്തിലെ പ്രമുഖയായ ഒരു സിംഗർ, ഒരു പെൺകുട്ടി അവിടെ വന്നിട്ട് പറയാണ്, ഇപ്പാടെ ആണ്ടിന് എന്റെ ഗാനമേള ഉണ്ട്, ഞാൻ ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, നമുക്കവിടെ അടിച്ചങ്ങോട്ട് പൊളിക്കണം. ആലോചിച്ച് നോക്കിയേ. ഞാൻ ചിന്തിക്കുന്ന അവിടുത്തെ കമ്മിറ്റിക്കാരെ ഒന്നും ഞാൻ കുറ്റം പറയില്ല. അവിടെ ഇമാമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇയാൾ 10 വർഷം പഠിച്ചെന്തിനാ പഠിച്ചത്? അവരെ നന്നാക്കാൻ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഇരിക്കുന്ന ഇമാമിനും നട്ടല്ലില്ല എങ്കിൽ പിന്നെ എന്തിനാ സമുദായ സേവനം നടത്താൻ നടക്കുന്നത്? അതാ ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നു അങ്ങോട്ട് അതുപോലെ ഇടപെടരുത്. മോശമായ നിലയിൽ ഇങ്ങോട്ട് ഇടപെടുമ്പോൾ തിരിച്ചങ്ങോട്ട് നല്ല നിലയിലാണ് ഇടപെടേണ്ടത്. അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ നമുക്ക് മാതൃകയുള്ളത്. ഏതെല്ലാം മേഖലകളിൽ റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലും വിമർശിച്ചാലും അവർക്ക് റസൂലുള്ളാഹിന്റെ മറുപടി പ്രവർത്തനത്തിലൂടെയായിരുന്നു. എത്രയോ വെല്ലം അള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പട്ടിണിക്കിട്ടല്ലോ, അള്ളാഹിന്റെ ഹബീബിനെ പട്ടിണിക്കിട്ടല്ലോ. ശൈബ് അബീ ത്വാലിബിൽ റസൂലുള്ളാഹി ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടപ്പോ പച്ചിലയും പച്ചവെള്ളവും കഴിച്ചിട്ട് റസൂലുള്ളാഹിക്ക് കിടക്കേണ്ടി വന്നല്ലോ. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനില് അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന ആയത്തുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിൽ 90% ആയത്തുകളും മക്കിയാണ്. എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിലാണ് ആയത്തുകൾ ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിന് പട്ടിണി കിടത്തിയപ്പോ, റസൂലുള്ളാഹിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോ, ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഅദ ചെയ്തപ്പോ, ത്വായിഫിൽ ചെന്ന് കുടിക്കാൻ അബ്ബാസിന്റെ തോട്ടത്തിൽ ചെന്ന് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു വെള്ളം ചോദിച്ചു പോയപ്പോ, ഇല്ല മുഹമ്മദിന് വെള്ളം തരില്ലെന്ന് പറഞ്ഞ് ആ തോട്ടത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു. നടന്നു വരുന്ന വഴിയിലെല്ലാം റസൂലുള്ളാഹിനെ കാർക്കിച്ചു തുപ്പി, കള്ളാ കള്ളാ എന്ന് വിളിച്ചു, ഭ്രാന്താ ഭ്രാന്താ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അക്ഷരവും മിണ്ടിയില്ല. പക്ഷേ പടച്ചവന് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മാനസികാരോഗ്യ ആശുപത്രി ഏതെന്നറിയോ? മാനസികാശുപത്രി ത്വായിഫിലാണ്. ആ ത്വായിഫിൽ പോയി നിങ്ങളൊന്ന് കാണണേ. ത്വായിഫിലാണ് ഏറ്റവും കൂടുതൽ ഭ്രാന്തന്മാരുള്ളത്. എന്തുകൊണ്ടാണ്? മുത്തു റസൂലിനെ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്ത എന്ന് വിളിച്ച സമൂഹത്തെ അള്ളാഹു ഭ്രാന്തന്മാരാക്കി മാറ്റുകയാ. കാരണം അള്ളാന്റെ ഹബീബ് എല്ലാവരോടും ഇടപെട്ടത് ഏറ്റവും നല്ല നിലയിലാണ് റസൂലുള്ളാഹിന്റെ ഇടപെടല്. ഒരാളോട് പരാതിയില്ല, പരിഭവമില്ല, ആരോടും ദേഷ്യമില്ല, വൈമനസ്യമില്ല, വൈഷമ്യമില്ല, വൈക്ലഭ്യമില്ല. ഒരാളോടും ദേഷ്യമില്ല, പകയില്ല, ക്രോധമില്ല, ദേഷ്യമില്ല, കോപമില്ല. എല്ലാവരോടും സന്തോഷവും സമാധാനവും ശാന്തിയും മാത്രമേ ഉള്ളൂ. ആ പ്രിയപ്പെട്ട പ്രവാചകന് പട്ടിണി കിടന്നപ്പോഴും ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടപ്പോഴും അവിടെ ഇറക്കപ്പെട്ട മുഴുവൻ ആയത്തുകളിലും അള്ളാഹു പറയുന്നത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന. കാരണം മദീനയിലാണെങ്കിൽ നമുക്ക് പറയാം ഇസ്ലാമിക സ്റ്റേറ്റാ. പക്ഷേ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നതെന്ന്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിനെ പട്ടിണിക്കിട്ടു, സഹാബത്തിനെ പട്ടിണിക്കിട്ടു. അപ്പോഴും ഇറക്കപ്പെടുന്ന ആയത്തുകളിൽ അല്ലാഹു പറയുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ എന്നാ. ഇങ്ങോട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ പട്ടിണിക്കിട്ട് പച്ചലയും പച്ചവെള്ളവും തിന്ന് നാൽക്കാലികൾ കാട്ടിക്കുമ്പോൾ അബൂ താലിബ് ശൈബ് എന്ന്
പറയുന്ന ആ മലമ്പ്രദേശത്ത് വെച്ച് നിങ്ങൾ കാട്ടിക്കേണ്ടി വന്നെങ്കിലും റസൂലേ, പട്ടിണി കിടന്ന അങ്ങയോട് ഞാൻ പറയുന്നു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളെയും പട്ടിണിക്കിടല്ലേ റസൂലേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോട് എന്തോ കാണിച്ചോട്ടെ അയൽക്കാരന്, അയൽവാസി എന്തോ നമ്മളോട് കാണിച്ചോട്ടെ, നമ്മളോട് എന്തോ ഏതോ കാണിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ടെങ്ങനെ കാണിക്കാൻ പാടില്ല. മദ്രസകളെ പൂട്ടണമെന്ന് പറയുന്ന അധികാരികള് ഒന്ന് ആലോചിച്ചു നോക്കണേ. ഇവിടെ മദ്രസയിൽ ചോറ് വിളമ്പിയിട്ട്, തെക്കാവിൽ ചോറ് വിളമ്പിയിട്ട്, ഇവിടത്തെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് ഓരോ കിറ്റ് ചോറ് കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? നാടിന്റെ നാനാഭാഗങ്ങളിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്ന് മദ്രസകളെയും നിസ്കാര പള്ളികളെയും പറയുമ്പോ ആ പള്ളിയിൽ കേന്ദ്രമാണ് തീവ്രവാദത്തിൻ്റെതല്ല. അട്ടിക്ക് വകയില്ലാത്തവൻ അട്ടി കൊടുക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്ന സങ്കേതമാണെന്ന് കൊട്ടുകാട്ടിലെയും മേനമ്പള്ളിയിലെയും ആളുകൾക്കറിയാം. എന്തുകൊണ്ടെന്നറിയോ? ഇവിടത്തെ ജനങ്ങൾ അങ്ങനെയാ നിങ്ങളോട് കാണുന്നത്. ഏറ്റവും നല്ല നിലയിലുള്ള പെരുമാറ്റം അത് ജനങ്ങളോട് കാണിക്കാൻ അല്ല പറഞ്ഞത് എന്തിന്റെ പേരിലാ? ഇങ്ങോട്ട് അവൻ തന്നതെല്ലാം അഹ്സനാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നതും അഹ്സനാകണം. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ നമ്മളോട് ആ കൃത്യമായൊരു കാര്യം പറഞ്ഞത്. ഇനി നോക്ക്, നമ്മുടെ അടുത്ത് വന്ന ഒരാള് അസ്സലാമു അലൈക്കും പറഞ്ഞു. നമ്മൾ ചോദിക്കും, നീ ഏത് സംഘടനയാണ്? നീ ഏത് സംഘടനയാണ്? ആ, ഞാൻ സുന്നി തന്നെ. സുന്നിയാണെങ്കിൽ തന്നെ നീ ഏത് ഗ്രൂപ്പിലാ? ഇതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നീ സലാം മടക്കണോന്നല്ല ഖുർആൻ പറഞ്ഞത്, അതുപോലെ മടക്കണോന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? കേട്ടോ, അല്ല നമുക്ക് തന്ന സൗന്ദര്യം അഹ്സൻ, വീട് അഹ്സൻ, നമ്മളെ ഇതുവരെ രക്ഷപ്പെടുത്തിയ എല്ലാ മേഖലകളും അഹ്സൻ. അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അള്ളാഹ് കൊടുക്കേണ്ട കാര്യം പറയൂ, ജനങ്ങൾക്ക് കൊടുക്കേണ്ടതും അഹ്സനാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൻ നിസാ, വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. സലാം പറയുന്നതിൽ പോലും അല്ലാഹു വെച്ചത് എന്താണെന്നറിയോ? വഇദാ ഹയ്യിതും ബിതഹിയ്യ, നിന്നോടാരെങ്കിലും അഭിവാദനം പറഞ്ഞാൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഫഹയ്യു, നീ തിരിച്ച് അഭിവാദനം പറയണം. എങ്ങനെ പറയണം? ബി അഹ്സന മിൻഹാ. അവൻ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നീ അങ്ങോട്ട് പറയണം വഅലൈക്കുമുസ്സലാം. അല്ല, അത് ഹസൻ, അത് ഹസനാണ്, അത് നല്ലതാണ്, മെച്ചമാണ്. അതല്ല അല്ല പറഞ്ഞത് ബി അഹ്സന മിൻഹാ. അതിനേക്കാൾ ഏറ്റവും മെച്ചമായത് അസ്സലാമു അലൈക്കും എന്ന് നിന്നോട് പറഞ്ഞാൽ നീ പറയണം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അവൻ ഇങ്ങോട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, തിരിച്ച് നമ്മൾ പറയണം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യോ ബി അഹ്സന മിൻഹാ, നീ ഏറ്റവും മെച്ചമായത് തിരിച്ചു കൊടുക്കണം. ഇന്ന് ആ അഹ്സൻ അവിടെ നിൽക്കട്ടെ, ഹസൻ അവിടെ നിൽക്കട്ടെ. പറയുന്നവന്റെ രാഷ്ട്രീയം നോക്കി, പറയുന്നവന്റെ സംഘടന നോക്കി, അവന്റെ കൊടിയുടെ നിറം നോക്കി, അവന്റെ സംഘടനയുടെ അക്ഷരങ്ങൾ നോക്കിയിട്ട് മറുപടി മാറ്റിവെക്കുന്ന നാണം കെട്ട വർത്തമാന കാല മുസ്ലിമേ, അള്ളാന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. നിന്റെ ശരീരം അല്ലാഹ് അഹ്സനാക്കി, നിന്റെ പാർപ്പിടം അല്ലാഹ് അഹ്സനാക്കി, നിന്റെ വാഹനം അല്ലാഹ് അഹ്സനാക്കി, നിനക്ക് തന്നതെല്ലാം അല്ലാഹ് അഹ്സൻ. അതുകൊണ്ട് നിന്റെ കൂടപ്പുറപ്പായ സഹോദരൻ വന്ന് സലാം പറയുമ്പോ അയ്യൂബി അഹ്സന മിൻഹാ, നീ തിരിച്ച അഹ്സനായ സലാം മടക്കണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയലെന്തേ ഉള്ളൂ, പറയലെന്തേ ഉള്ളൂ. നിങ്ങളെന്താ ഇങ്ങനെ പറയല്? സുന്നത്തേ ഉള്ളൂ, മടക്കലോ നിർബന്ധം. എന്താ കാര്യം? എന്താ കാര്യം? പറയുന്നതിന് എത്ര കൂലി? 90. മടക്കുന്നതിന് 10. സലാം പറയുമ്പോ 100 കൂലി അല്ലാഹ് തരും. പറയുന്നവന് 90. കാരണം അങ്ങോട്ട് കയറി പറയണമെങ്കിൽ അത്രയും മനസ്സ് വിശാലമാകണം. അതിന് 90 കൂലി. മടക്കുന്നത് 10. പക്ഷേ പറയല് സുന്നത്ത്, മടക്കല് നിർബന്ധം. സത്യത്തിൽ സുന്നത്തിന് കൂലി കുറവും ഫർളിന് കൂലി കൂടുതലല്ലേ വേണ്ടത്?
വേണ്ടത് അല്ലേ? പക്ഷെ എന്താ അങ്ങനെ വന്നത്? എന്തുകൊണ്ടാ അങ്ങനെ വരാൻ കാരണം? പറയാനുള്ളൊരു മനസ്സ് കാണിക്കുന്ന ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹ് 90 പ്രതിഫലം കൊടുക്കുകയാണ്. മടക്കുന്നത് അവൻ പറഞ്ഞല്ലോ, എങ്ങനെ മടക്കാതിരിക്കും? ആ ശൈലിയായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് അള്ളാഹു 10 കൊടുക്കും അവന്. പക്ഷെ പറയല് സുന്നത്ത്, മടക്കൽ നിർബന്ധമായതിന്റെ ഹിക്മത്ത് എന്താണെന്നറിയോ? കേട്ടോ, അള്ളാഹു ലൗഹിനെ പടച്ചു, അള്ളാഹു കലമിനെ പടച്ചു. ആ കലമിനോട് അള്ളാഹു പറയുകയാണ്, ലൗഹിൽ എഴുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലം എന്ന് പറഞ്ഞ പെണ്ണെന്നല്ലേ? ആ പടച്ചവന്റെ കലം എന്ന് പറയുന്ന പടമാ പടപ്പ്, ആ പ്രവിശാലമായ കലം ലൗഹിലതാ എഴുതുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല. ഇതങ്ങോട്ട് എഴുതിയപ്പോൾ അല്ലാഹു ലൗഹിലോ കലമിനോട് പറഞ്ഞു, കലമേ അടുത്ത വാക്ക് കൂടി എഴുതണം. അതേതാ? നമ്മുടെ ഡോറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാങ്ങിച്ച അടുത്ത ഡോറിൽ എന്ത് വാങ്ങിച്ചു വയ്ക്കും? പറയ്, മുഹമ്മദ് റസൂലുള്ളാഹ്. അതങ്ങനെയാണ്. ഒരു നാണയത്തിന് 2 വശമുണ്ട്, ഒരു വാഹനത്തിന് 2 ചക്രമുണ്ട് അല്ലേ? ലാ ഇലാഹ അല്ലാഹ് എന്ന് പറയുന്ന 10 രൂപയുടെ സ്റ്റിക്കർ വാങ്ങിച്ച് ഒരു ഡോറിൽ ഒട്ടിച്ചാൽ എത്ര നമ്മള് ബോധമില്ലാതെ ജീവിച്ചാലും 10 രൂപ കൊടുത്ത് മുഹമ്മദ് ഗുണം വാങ്ങിച്ചുകൊണ്ട് അടുത്ത ഡോറിൽ ഒട്ടിക്കും. അത് നമ്മള് സഹജമാണ്. ലൗഹിൽ എഴുതാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലമിനറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണ് എന്ന്, അല്ലാഹ് ആരെന്നറിയാം. പക്ഷേ രണ്ടാമത്തെ ഒന്നുകൂടി എഴുതണമെന്ന് അല്ലാഹു കലമിനോട് പറയുമ്പോ കലമ് ചോദിച്ചു, ഏതാ രണ്ടാമത്തെ കലിമ? അല്ലാഹ് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് രണ്ടാമത്തെ കലിമ. ആ സമയത്ത് മുഹമ്മദ് നബി ആരാണ് എന്ന് കലം അള്ളാനോട് ചോദിക്കുകയാ. അല്ലാഹ് പറഞ്ഞു, കലമേ ആ മുഹമ്മദ് ഇല്ലെങ്കിൽ നീ ഇല്ല. ആ മുഹമ്മദിനെ പടയ്ക്കാൻ എനിക്ക് തീരുമാനമില്ലെങ്കിൽ കലമേ നീ പോലുമില്ല. ആ സമയത്ത് കലം ഉറക്കെ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം പറയുന്ന കലമ്. പക്ഷേ മറുപടി കൊടുക്കാൻ ആമിനയുടെ പൊന്നുമോന് ഭൂമിയിൽ ഉദയം ചെയ്തില്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പത്തെ കഥയാ. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒളിയുണ്ടത് വേറെ. പക്ഷേ ആമിന ബീവിയുടെ വയറ്റിൽ നിന്ന് മുത്തുമോൻ പുറത്തേക്ക് വന്നിട്ടില്ല. മറുപടി കൊടുക്കാൻ നബിതങ്ങളില്ല. പക്ഷേ കലം സലാം പറഞ്ഞല്ലോ. സലാം പറഞ്ഞിട്ട് മറുപടി കൊടുക്കണ്ടേ? മറുപടി അല്ലാഹ് കൊടുത്തു. അല്ലാഹ് മറുപടി കൊടുത്തു, വഅലൈക്കസ്സലാം. എന്റെ റസൂലിന് സലാം പറഞ്ഞ കലമേ, വഅലൈക്കസ്സലാം, നിനക്കും ഉണ്ടാകട്ടെ എന്റെ സലാം എന്ന് പറഞ്ഞ് അല്ലാഹ് മറുപടി കൊടുത്തു. ആദ്യമായി സലാം പറഞ്ഞത് ആരാണ്? ആദ്യം സലാം പറഞ്ഞത് ആരാ? കലം സൃഷ്ടിയാണ്. സൃഷ്ടി പറഞ്ഞ സലാം സുന്നത്താണ്. ആദ്യമായി മടക്കിയത് ആരാണ്? അല്ലാഹ് ഖാലിഖാണ്. അതുകൊണ്ട് തന്നെ മടക്കൽ നിർബന്ധവുമാണ്. അപ്പൊ ഇനി മുതൽ ആര് വന്ന് സലാം പറഞ്ഞാലും നീ എവിടാ, നിന്റെ സംഘടന ഏതാ, നീ ആദാ എന്ന് ചോദിച്ചിട്ട് നിക്കരുത്. എന്ത് വേണം? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അങ്ങോട്ട് നല്ലത് അങ്ങോട്ട് കൊടുക്കണം. അല്ലാഹ് നല്ലത് ഇങ്ങോട്ട് തന്നില്ലേ, അപ്പൊ തിരിച്ചങ്ങോട്ട് നല്ലത് കൊടുക്ക്. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകും. ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 11 മണിയായല്ലേ? സമയം കഴിഞ്ഞു പോയ? 11 മണിയായ? അധികം നീട്ടുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ. ഈ അഹ്സൻ നമ്മൾ ഇങ്ങോട്ടല്ല തന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടും അഹ്സൻ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്തെന്നറിയോ? ഒത്തിരി പറയാനുണ്ട്, പക്ഷേ സമയം വളരെ കുറവാണ്. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണം ശരിയല്ല. സുബഹി കളാവും നിങ്ങൾക്കും എനിക്കും ഒക്കെ. അത് വേണ്ട. സാധാരണ ചില പള്ളികൾ ഞാൻ ചിലപ്പോ പല പള്ളി ഉദ്ഘാടനങ്ങളിൽ പ്രസംഗിക്കാൻ പോകും. അപ്പോഴൊക്കെ പലരും പറയും, ഉസ്താദെ ഉദ്ഘാടനത്തിന് നല്ല ആളുണ്ടാവും, പക്ഷേ നിസ്കരിക്കാൻ ഞാനും മോദിമമായി മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്നത് പല സ്ഥലത്തും പതിവാണ്. അത് ശരിയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. പശു കൊണ്ട് എന്താ ഗുണം നമുക്ക്? പശുവിനെ കൊണ്ട് നമുക്ക് എന്താ ഗുണം? നമ്മൾ ആരും പശുവിനെ അറുക്കുന്നവരല്ല. പശു ഇറച്ചിയാണെങ്കിൽ നമ്മൾ തിന്നേയില്ല. ആ തെറ്റിദ്ധാരണയാണ്.
പശു ആകെ പശു കൊണ്ടുള്ള ഗുണം എന്താ പറയ്? പാല് കിട്ടും. പാല് കിട്ടും. 50,000, 55,000, 60,000 രൂപ കൊടുത്ത് നല്ലൊരു പശുവിനെ വാങ്ങി. നേരം വെളുത്ത് പാല് കറക്കാൻ പോയി, പാലില്ല. ആ പശുവിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് തന്നെ പള്ളിയുടെ അവസ്ഥ. ഇതാണ് പള്ളിയുടെ അവസ്ഥ. വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. തഴവ ഉസ്താദ് പറഞ്ഞതിൽ എത്ര വ്യക്തമാണ്. പശുവിനെ കറക്കാൻ പാലില്ലെങ്കിലും പശുവിനെ കൊണ്ട് എന്ത് ഗുണം? പള്ളി അത് തന്നെ. 55 കോടി രൂപയുടെ പള്ളി, നിസ്കരിക്കാൻ ആരുമില്ല. കറവ പറ്റിയ പശുവിനെ പോലെ എപ്പോഴും പള്ളി നിൽക്കുക. ജുമഅയ്ക്ക് പോലും നിസ്കരിക്കണമെങ്കിൽ പ്രാവ് വേണം. അതാണ് അവസ്ഥ. പള്ളിയിൽ നിസ്കാരത്തിനുള്ളതാണ് മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം, മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം. അതാണ് നമ്മുടെ പള്ളി. അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീടാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രമുഖന്റെ വീട്ടിൽ നമുക്ക് എല്ലാ ദിവസവും 2-3 നേരം കയറി ഒന്ന് ആ വീട്ടിലേക്ക് ഒന്ന് കയറാൻ അവസരം കിട്ടിയാൽ നമ്മൾ കയറൂലേ? മന്ത്രിയുടെ വീടാ, തന്ത്രിയുടെ വീടാ, അയാളുടെ വീടാ, ആൾത്താളുടെ വീടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അള്ളാന്റെ വീടാണ് ഈ പള്ളി. ആ വീട്ടിൽ ഒന്ന് കയറാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ അള്ളാഹ് 50 നേരം ഒന്ന് നിസ്കാരം, ചിലരും പറയാറുണ്ട് 50 നേരം നിസ്കാരം അള്ളാഹുവിന് അബദ്ധം പറ്റിയതാകും, പിന്നെ 5 നേരം ആക്കിയതാണ്. അല്ല, നിങ്ങൾക്ക് ഞാൻ സിമ്പിളാക്കി തന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 50 ആക്കി പിന്നെ 5 ആക്കിയതാണ്. അല്ലാതെ അള്ളാഹ്ക്ക് തെറ്റുപറ്റിപ്പോയതല്ല. ചിലരും പറയുന്നത് എങ്ങനെ? അള്ളാഹു 50 അടുത്ത് തീരുമാനം, മൂസാ നബി പിന്നെ ഇടയ്ക്ക് നിന്നിട്ട് തീരുമാനം തിരുത്തിപ്പിച്ചു, 5 ആക്കി. എന്റെ മൂസാ നബി അള്ളാഹുവിന്റെ തീരുമാനത്തെ തിരുത്താൻ മാത്രം വലിയ ആളാണോ? അല്ല. അള്ളാഹു 5 ആക്ക, 5 തന്നെ അള്ളാന്റെ ഉദ്ദേശം, 5 തന്നെ പടച്ചോന്റെ ഉദ്ദേശം. എന്തിനാ 50 ആക്കിയെന്നറിയാം? ആദ്യം എടാ 50 ഞാൻ ഉദ്ദേശിച്ചത്, 5 ആക്കി തന്ന് ഞാൻ നിനക്ക് ലഘുവാക്കി, ഇനി നീ അതിനെ ചുരുക്കല്ലേ. എന്ത് പഠിപ്പിക്കാനാണ്? 50 വഖത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ 24 മണിക്കൂർ, അരമണിക്കൂറിന്റെ ഇടവിട്ട് നിസ്കാരം. 2 മണിക്കൂറായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്. ഇതിൽ 4 നിസ്കാരത്തിന് സമയം കഴിഞ്ഞു. മോദിന്റെ ശമ്പളം കൂടും ഇമാമിന്റെ. കാരണം 5 വഖത്തിനല്ല 50 വഖത്തിനല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? അടുത്ത ബാങ്ക്, അടുത്ത നിസ്കാരം, വീണ്ടും അടുത്ത്. അള്ളാഹു അങ്ങനെ ഒരു ഇടങ്ങേറ് നിങ്ങൾക്ക് വരുത്തുന്നില്ല. 5 മതി എന്ന് ആദ്യമേ അള്ളാന്റെ തീരുമാനമുണ്ട്. പിന്നെ 50 ആക്കി 5 ആക്കി കാണിച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാം യുസ്ർ, സിമ്പിളാക്കി തരുന്ന ആളാണ്. ഇന്ന ദീന യുസ്ർ വല ഉസ്ർ, ഒരു ബുദ്ധിമുട്ടും ഇല്ല അള്ളാഹുവിന്റെ ദീനിൽ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചു നോക്ക്, അവർക്ക് ഈ നിസ്കാരത്തിന്റെ ബാങ്ക് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എന്ന്. സുബയുടെ ബാങ്ക് കേൾക്കുമ്പോഴാണ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് അവർ എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് അവർ എഴുന്നേറ്റുകൊണ്ടാണ് അവരുടെ ഓംകാര പ്രാർത്ഥന. ഓം അസദോമാം, ഓം അസദോമാം സദ്ഗമയ, ഓം അസദോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതം ഗമയ, ഓം ശാന്തി, ഓം ശാന്തി എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ നേരം വെളുത്തു എന്നവർക്ക് അറിയുന്നത് പള്ളിയിലെ വാങ്ങുകൊണ്ടാണ്. എന്നോട് പറഞ്ഞു, പലരും പറഞ്ഞു ബാങ്ക് വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പണ്ടാരോ പഠിച്ച് മദ്രസയിൽ വാള് കേട്ടൊരു ഓർമ്മയാണ്. ഈ ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ വലത്തോട്ട് ചരിയണം, ഹയാൽ ഫല ഇടത്തോട്ട് ചരിയണം. അത് മോദിന്റെ സ്വഭാവമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഒരേ ദിശയിൽ വിളിക്കാതെ ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കട്ടെ. ഇന്നാണല്ലോ മൈക്ക്. ഇന്ന് എല്ലാവരും വിചാരിച്ചിരിക്കണം എന്താ, ഹയ്യാല സ്വലാ പറയുമ്പോൾ വലത്തോട്ട് എരിഞ്ഞ് കിടക്കണം, ഹയാൽ ഫലം ഇടത്തോട്ട് എരിഞ്ഞ് കിടക്കണം, എന്നാലും എണീകരിക്കരുത് എന്നാ ഇപ്പൊ പലരും കരുതിയിരിക്കുന്നത്. അത് മാറണം. അത് മാറിയിട്ട് സുബഹിന്റെ ബാങ്ക് ഈ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെ ഉപകാരമാണ്. ലൊഹറിന്റെ ബാങ്ക് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ലഞ്ചിന്റെ ടൈമായി അവർക്ക് ഓർമ്മ വരും. അസറിന്റെ ബാങ്ക് ഓഫീസ് അടയ്ക്കാൻ സമയമായി, മക്കൾ സ്കൂൾ വിട്ട് വരാൻ സമയമായി, സന്ധ്യാപ്രാർത്ഥന സായാഹ്ന കാര്യങ്ങൾ ചെയ്യാൻ സമയമായി എന്ന് അവർക്ക് ഓർമ്മ വരുന്ന അസറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ്. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോ അവർക്കറിയാം സന്ധ്യാപ്രാർത്ഥനയുടെ സമയം. മക്കളെല്ലാം കുളിച്ച് ശുദ്ധിയാക്കി അകത്ത് കയറി സന്ധ്യാദീപം കൊളുത്തി
അവരെ പ്രാർത്ഥനയ്ക്ക് ഇരുത്തുന്ന സമയം. ഇശാടെ ബാങ്ക് കേൾക്കുമ്പോൾ അവർക്കറിയാം ഇനി ഡിന്നർ കഴിച്ചിട്ട് കിടക്കാൻ സമയമായി എന്ന്. ഈ ബാങ്ക് കൊണ്ട് ആർക്കാ ബുദ്ധിമുട്ടുള്ളത്? ഉള്ള ആകെ ബുദ്ധിമുട്ട് മുസ്ലിങ്ങൾക്ക്. അവർക്കാണ് ഇടങ്ങേറ്, വേറെ ആർക്കും ഒരു ഇടങ്ങേറുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ള തരുന്നതെല്ലാം അഹ്സനാണെങ്കിൽ തിരിച്ച് നന്നായിട്ട് അഹ്സൻ അങ്ങോട്ട് കൊടുക്കി. അള്ളാഹ്ക്കും കൊടുക്കി, ജനങ്ങൾക്കും അഹ്സൻ കൊടുക്കി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ വിഷയം? അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ കഥയും അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ഖദ് അഹ്സന അല്ലാഹു ലഹു റിസ്ഖാ. സൂറത്തു തഹ്രീമിൽ അല്ലാഹു പറയുകയാ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള തോട്ടമല്ല കൊടുക്കുന്നതാ. ഖാലിദീന ഫീഹാ അബദാ, എന്ന് ശാശ്വതമായി ആ സ്വർഗത്തിൽ അവർ വസിക്കുന്നതാ. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, ഈ ഭൂമിയിൽ അവൻ അഹ്സനായ ശരീരം കൊടുത്ത അല്ലാഹ്, അഹ്സനായ വീട് കൊടുത്ത അല്ലാഹ്, അഹ്സനായ എല്ലാ വിജയവും കൊടുത്ത അല്ലാഹ്, അഹ്സനായ ഭാര്യയെ കൊടുത്ത അല്ലാഹ്, അഹ്സനായ മക്കളെ കൊടുത്ത അല്ലാഹ്. ഈ ഭൂമിയിൽ വെച്ച് അല്ലാഹുവിന് അഹ്സനായ അമൽ കൊടുത്ത ആ മനുഷ്യരുണ്ടല്ലോ, ജനങ്ങളോടുള്ള ഇടപാടുകളില്, അനാഥന്റെ വിഷയത്തില്, അളവിലും തൂക്കത്തില്, തർക്ക വിതർക്കങ്ങളില്, എല്ലാ വിഷയത്തിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളില്, നൈരന്തര്യ ജീവിതത്തിന്റെ ദൈനംദിന വിഷയങ്ങളിലെല്ലാം അഹ്സന കൊടുത്തവനെ നാളെ നിന്നെ കൊണ്ടുപോയി അല്ല തരുന്നത് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, ഏറ്റവും മുന്തിയ ഭക്ഷണം നിനക്ക് തരികയാ. അസ്ഹാബുൽ ജന്ന യൗമഇദിൻ ഖൈറുൻ മുസ്തഖറാ വഅഹ്സനു മഖീലാ. അല്ലാഹു നാളെ നമുക്ക് തരുന്നതും അഹ്സനായ സ്വർഗമാണ്. ആ അഹ്സനായ സ്വർഗം വേണോ? അഹ്സനായ മുഖം തന്ന അഹ്സനായ ഖാലിഖ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവിനെ പറ്റി പറഞ്ഞത് അഹ്സനെന്നാ. ഏത് അഹ്സന്? അഹ്സന് തഖ്വീ, എന്റെ അഹ്സനായ രൂപം, നിങ്ങളെ അഹ്സനായ രൂപമുണ്ടല്ലോ, ആ അഹ്സനായ ഖാലിഖായ അല്ലാഹ്, ആ ഖാലിഖായ അല്ലാഹുവിന്റെ അടിമകളായ നമ്മള് അല്ലാഹ്ക്ക് കൊടുക്കുന്നത് അഹ്സനായ ഖുർആനിനെ ഫോളോ ചെയ്തുകൊണ്ടാ, അഹ്സനായ പ്രവർത്തനങ്ങളെ സമ്മാനിച്ചുകൊണ്ടാ. എന്നാൽ നാളെ അഹ്സനായ സ്വർഗത്തില് അഹ്സനായ ഭക്ഷണം കഴിച്ച് നമ്മള് അഹ്സനുൽ ഖാലിഖീൻ പ്രവേശിപ്പിക്കുമെന്ന് അഹ്സനായ പടച്ചവന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ അഹ്സനായ ഖുർആൻ പറയാ. തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും. ഖുർആൻ അഹ്സനാൻ, ഖാലിഖ് അഹ്സനാൻ, നമ്മുടെ മുഖം അഹ്സനാൻ, നമ്മൾ അല്ലാഹ് കൊടുക്കേണ്ടത് അഹ്സനാൻ, ജനങ്ങളോട് കാണിക്കേണ്ടത് അഹ്സനാൻ. അഹ്സനായ ജീവിതം, അഹ്സനായ സ്വർഗത്തിലേക്ക് പോയി അഹ്സനായ ഭക്ഷണം കഴിച്ച് കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.